യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. വീഡിയോയിലേക്ക് കടക്കാം. ഗുരുവായൂർ അമ്പലത്തിന് ഗുരുവായൂർ എന്ന നാമകരണം ഉണ്ടായതെങ്ങനെ? അവിടുത്തെ പ്രതിഷ്ഠകൾ ഏതു രൂപത്തിലുള്ളതാണ്? ഉപദേവതമാർ ഏതൊക്കെ? തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ ക്ഷേത്രം ഭാരതത്തിലെ ഏറ്റവും തിരക്കുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുഖ്യപ്രതിഷ്ഠ മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹു രൂപത്തിലുള്ള ശ്രീകൃഷ്ണനാണ്. ഇന്ത്യയിലെ തിരുപ്പതി തിരുമല വെങ്കിട്ടേശ്വര ക്ഷേത്രം, പുരി ജഗന്നാഥ ക്ഷേത്രം, ബദരിനാഥ് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവ കഴിഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള വൈഷ്ണവ ദേവാലയവും ഗുരുവായൂർ തന്നെയാണ്. പരമാത്മാവായ കൃഷ്ണനെ 12 ഭാവങ്ങളിൽ ഇവിടെ ആരാധിക്കുന്നു. ഇവിടെ ഭഗവത് സ്വരൂപം മനുഷ്യ നിർമ്മിതമല്ലെന്നും ദ്വാരകയിൽ ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് ആരാധിച്ച നാരായണ സ്വരൂപമാണെന്നും സങ്കല്പം. സർവ ഐശ്വര്യ സിദ്ധിക്കും മോക്ഷപ്രാപ്തിക്കും വേണ്ടി ജനലക്ഷക്കണക്കിന് ഭക്തർ ദർശനം നടത്തുന്നു. പണ്ട് ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ മഹാവിഷ്ണു അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് തനിക്കും തൻ്റെ സൃഷ്ടികൾക്കും കർമ്മബന്ധം കൂടാതെ മുക്തിപ്രഭാവത്തിനുള്ള അവസരം ഒരുക്കണമെന്ന് ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചു. മഹാവിഷ്ണു തൻ്റേത് തന്നെ ഒരു അഞ്ജന വിഗ്രഹം നിർമ്മിച്ച് ബ്രഹ്മാവിന് നൽകി. പിന്നീട് ബ്രഹ്മാവ് ഈ വിഗ്രഹം സുതപസ് എന്ന രാജാവിന് സമ്മാനിച്ചു. വംശവർദ്ധനക്കായി ഭഗവാനെപ്പോലൊരു പുത്രനെ വേണമെന്ന് ആവശ്യപ്പെട്ട് സുതപസ്സും പത്നിയും വളരെ വർഷങ്ങളായി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയായിരുന്നു. വിഗ്രഹം കിട്ടിയ ശേഷവും അവർ പ്രാർത്ഥന തുടർന്നു. അവരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായ ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട്, ഞാൻ തന്നെ നിങ്ങളുടെ പുത്രനായി 4 ജന്മങ്ങളിൽ അവതരിക്കാം. അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഈ വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്നും ഭഗവാൻ അറിയിച്ചു. മാതാപിതാക്കൾ നിത്യപൂജ ചെയ്തിരുന്ന വിഗ്രഹം അവരുടെ കാലശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി. ഒടുവിൽ ദ്വാപര യുഗത്തിൻ്റെ അന്ത്യത്തിൽ ഭഗവാൻ സ്വർഗാരോഹണത്തിന് ഒരുങ്ങുമ്പോൾ ശിഷ്യനായ ഉദ്ധവരോട് ഇങ്ങനെ പറഞ്ഞു: ഇന്നേക്ക് 7-ാം നാൾ ദ്വാരക സമുദ്രത്തിനടിയിലാകും. അതിൽ ദ്വാരക മൊത്തം നശിച്ചു പോകും. എന്നാൽ 4 ജന്മങ്ങളിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും പൂജിച്ച പരമപവിത്രമായ വിഗ്രഹം മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരമാലകൾക്ക് മുകളിൽ പൊങ്ങിക്കിടക്കും. ആ വിഗ്രഹം താങ്കൾ ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിക്കുക. ഭഗവാൻ പറഞ്ഞതുപോലെ ദ്വാരക കടലിനടിയിലായി. എന്നാൽ 4 ജന്മങ്ങളിൽ ഭഗവാന്റെ മാതാപിതാക്കൾ പൂജിച്ച വിഗ്രഹം കടൽ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് ദേവഗുരു കണ്ടു. ഉടനെ വിഗ്രഹം എടുക്കുവാൻ ബൃഹസ്പതി ശിഷ്യനായ വായുദേവനെ വിളിച്ചു. ഇരുവരും കൂടി വിഗ്രഹം കരക്കെത്തിച്ച് പ്രതിഷ്ഠിക്കാൻ ഉചിതമായ സ്ഥാനം തേടി ഭാരതം മുഴുവനും യാത്ര ചെയ്തു. ഒടുവിൽ ഭാർഗവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് കടലിനരികിലായി അതിമനോഹരമായ താമരപ്പൊയ്ക കണ്ടു. അതിന് സമീപമായി പാർവതി പരമേശ്വരന്മാരെയും കാണാൻ കഴിഞ്ഞു. അവർ താഴെ ഇറങ്ങി പാർവതി പരമേശ്വരന്മാരെ വന്ദിച്ചു. ശിവൻ ഈ സ്ഥലത്തിൻ്റെ മാഹാത്മ്യം ബൃഹസ്പതിക്കും വായുദേവനും വിവരിച്ചു കൊടുത്തു. ഈ സ്ഥലം തന്നെയാണ് വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് ഏറ്റവും ഉചിതമായ സ്ഥലമെന്ന് അവർ തീരുമാനിച്ചു. അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണു അവർക്ക് സർവശ്രേയസ്സുകളും നൽകി. അങ്ങനെ ദേവഗുരുവും ശിഷ്യനായ വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ സ്ഥലം, അതായത് ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയപ്പോൾ ഗുരുവായൂർ എന്നറിയപ്പെട്ടു. അവിടെ ദേവൻ ഗുരുവായൂരപ്പനായും അറിയപ്പെടുന്നു. വൈകുണ്ഠത്തിലേതുപോലെ ഭഗവാൻ ഇവിടെയും സർവചൈതന്യ സമ്പൂർണനായി വാഴുന്നതിനാൽ ഇവിടെ ഭൂലോക വൈകുണ്ഠം എന്ന രീതിയിൽ ഭക്തർ ദർശിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന
ചതുർബാഹുവും ശംഖ് ചക്ര ഗദാധാരിയുമായ മഹാവിഷ്ണുവാണ്. ശ്രീകൃഷ്ണ അവതാര സമയത്ത് വാസുദേവർക്കും ദേവകിക്കും കാരാഗൃഹത്തിൽ വച്ച് ദർശനം നൽകിയ മഹാവിഷ്ണു രൂപമാണ് വിഗ്രഹത്തിനുള്ളത് എന്ന് നാം വിശ്വസിക്കുന്നു. വിഗ്രഹത്തിന് ഏകദേശം 4 അടിയോളം ഉയരവും വിഷ്ണു വിഗ്രഹത്തിന് 24 ഭാവങ്ങളുണ്ട്. ഭാവവ്യത്യാസമനുസരിച്ച് ശംഖ് ചക്രം ഗദ താമര എന്നിവ ധരിച്ച കൈകൾക്ക് വ്യത്യാസം കാണുവാൻ കഴിയും. പുറകിലെ വലതു കൈയിൽ ചക്രം, മുമ്പിലെ വലതു കൈയിൽ താമര, പുറകിലെ ഇടത് കൈയിൽ ശംഖ്, മുമ്പിലെ ഇടത് കൈയിൽ ഗദ എന്നിവ ധരിച്ച രൂപത്തിലുള്ള വിഗ്രഹത്തെ ലക്ഷണപ്രകാരം ജനാർദ്ദനൻ എന്നും പറയുന്നു. ഗുരുവായൂരിലെ വിഗ്രഹം ഈ രൂപത്തിലുള്ളതാണ്. ദേവശില്പിയായ വിശ്വകർമാവാണ് ഗുരുവായൂർ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ കാൽക്കൽ വിഷുദിനത്തിലെ ആദ്യത്തെ കിരണങ്ങൾ വീഴുന്ന വിധമാണ് ക്ഷേത്ര നിർമ്മാണം. അതിൽ സൂര്യൻ വിഷുദിനത്തിൽ വിഷ്ണുവിന് വന്ദനം അർപ്പിക്കുന്നു എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന് കിഴക്ക് വശവും പടിഞ്ഞാറ് വശവും ഓരോ കവാടമുണ്ട്. ഇരുവശത്തും 2 നില ഗോപുരമുണ്ട്. കിഴക്ക് വശത്തെ ഗോപുരത്തിന് 33 അടി ഉയരവും പടിഞ്ഞാറേ വശത്തെ ഗോപുരത്തിന് 27 അടി ഉയരമുണ്ട്. 2 നിലകളുള്ള ചതുരാകൃതിയിലുള്ളതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ. മേൽക്കുര ചെമ്പ് മേഞ്ഞി സ്വർണം പൂശിയതാണെന്ന പ്രത്യേകത ശ്രീകോവിലിനുണ്ട്. 3 മുറികളാണ് ശ്രീകോവിലിന് അകത്തുള്ളത്. അതിലെ പടിഞ്ഞാറേ അറ്റത്താണ് പ്രതിഷ്ഠയുടെ ഗർഭഗൃഹം. പാതാളാഞ്ജന ശിലയിൽ തീർത്തതാണ് മൂലവിഗ്രഹം. ഇതുകൂടാതെ സ്വർണത്തിലും വെള്ളിയിലും തീർത്ത 2 വിഗ്രഹങ്ങൾ കൂടിയുണ്ട്. ശീവേലിക്ക് എഴുന്നള്ളിപ്പിക്കുന്നത് വെള്ളി കൊണ്ടുള്ള വിഗ്രഹമാണ്. ഉത്സവ ദിവസങ്ങളിലാണ് സ്വർണ്ണ വിഗ്രഹം എഴുന്നള്ളിപ്പിക്കുന്നത്. ശ്രീകോവിലിന് ചുറ്റുമുള്ള നടവഴിയും വാതിൽ മാടവും ചേർന്നതാണ് അങ്കണം. ചുറ്റുമുള്ള ഉയർന്ന തട്ടുകളെയാണ് വാതിൽ മാടം എന്നറിയപ്പെടുന്നു. ശ്രീകോവിലിന് മുമ്പിൽ ദീർഘചതുരാകൃതിയിൽ ഉള്ളതാണ് നമസ്കാര മണ്ഡപം. അങ്കണത്തിന് ചുറ്റും മേൽക്കുരയോട് കൂടിയതാണ് നാലമ്പലം. നാലമ്പലത്തിന് നടുക്കായാണ് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുമുള്ള ബലിപട്ടത്തിൽ ബലിക്കല്ലുകൾ കാണാം. ദേവന്റെ കാവൽക്കാരായിട്ടാണ് ബലിക്കല്ലുകൾ സൂചിപ്പിക്കുന്നത്. ബലിക്കല്ലുകൾ ചവിട്ടാനോ തൊട്ട് നെറ്റിയിൽ വയ്ക്കാനോ പാടില്ല. ഭഗവാനുള്ള നിവേദ്യം തയ്യാറാക്കുന്ന തിടപ്പള്ളി നാലമ്പലത്തിന് അകത്ത് തെക്ക് കിഴക്കേ മൂലയിൽ ശ്രീകോവിലിന് വലതുവശത്താണ്. തിടപ്പള്ളിക്ക് പടിഞ്ഞാറായിട്ടാണ് തുറക്കാത്ത തറ. നാഗങ്ങളാണ് ഒരിക്കലും തുറക്കാത്ത തറ ഈ അറ കാക്കുന്നതെന്നാണ് വിശ്വാസം. സരസ്വതി അറ സ്ഥിതി ചെയ്യുന്നത് ഗണപതി ക്ഷേത്രത്തിന് മുമ്പിലായാണ്. നാലമ്പലത്തിന് അകത്ത് വടക്ക് ഭാഗത്ത് കോയ്മ അറയും വടക്ക് കിഴക്ക് ഭാഗത്ത് മുള അറയും ഉണ്ട്. മണിക്കിണർ ശ്രീകോവിലിന് വടക്ക് കിഴക്ക് ഭാഗത്താണ്. അഭിഷേകത്തിനും നിവേദ്യത്തിനും മണിക്കിണറിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഉപദേവതമാർ ആരെന്ന് പറയാം. ഗണപതി നാലമ്പലത്തിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി ഗണപതി പ്രതിഷ്ഠ. ഏകദേശം 1 അടി മാത്രമുള്ള ഗണപതി പ്രതിഷ്ഠയ്ക്ക് എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമം നടത്താറുണ്ട്. അടുത്തത് ശാസ്താവ്. നാലമ്പലത്തിന് പുറത്തുള്ള ഏക ഉപദേവനാണ് ശാസ്താവ്. പടിഞ്ഞാറോട്ടാണ് ദർശനം. നാലമ്പലത്തിന് പുറത്ത് പ്രദർശന വഴിയിൽ തെക്കു കിഴക്കേ മൂലയിലാണ് ശാസ്താവിൻ്റെ പ്രതിഷ്ഠ. കറുത്ത കരിങ്കല്ലിലാണ് പ്രതിഷ്ഠയുടെ നിർമ്മാണം. മണ്ഡലകാലത്ത് ഈ പ്രതിഷ്ഠയ്ക്ക് മുമ്പിലാണ് ശബരിമലയിലേക്ക് ദർശനം നടത്തുന്നവർ മാലയിടുന്നതും കെട്ടുനിറക്കുന്നതും. അടുത്തത് ഇടത്തൊരിക്കകത്ത്
കാവ് ഭഗവതിയാണ്. വനദുർഗാഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇത്. പടിഞ്ഞാറ് ദർശനം. ശ്രീകോവിലിന് മേൽക്കുരയില്ല. ശ്രീകോവിലിന് മേൽക്കുര ഇല്ല എന്ന പ്രത്യേകത ഇതിനുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്തായിട്ടാണ് ഈ പ്രതിഷ്ഠ. ദുർഗാദേവി സങ്കല്പമാണ്. ദുർഗാദേവി സങ്കല്പമാണെങ്കിലും ലക്ഷ്മി, സരസ്വതി, പാർവതി, ഭദ്രകാളി എന്നീ ഭാവങ്ങളിലും ജഗദംബയെ ആരാധിച്ചു വരുന്നുണ്ട്. ദുർഗാദേവി ശ്രീകൃഷ്ണന് മുമ്പേ ഇവിടെ സന്നിധാനം ചെയ്തിരുന്നുവെന്നും വിഷ്ണു വിഗ്രഹം കൊണ്ടുവന്നപ്പോൾ വടക്ക് കിഴക്കോട്ട് മാറി സ്വയംഭുവായി അവതരിച്ചു എന്നാണ് വിശ്വാസം. അടുത്തത് ശിവൻ. പ്രതിഷ്ഠ ഇല്ലെങ്കിലും അദൃശ്യ സാന്നിധ്യം ഉള്ളതായി വിശ്വസിക്കുന്നു. നാലമ്പലത്തിനകത്ത് വടക്ക് ഭാഗത്ത് ഒരു കരിങ്കൽ തൂണിൽ കൊത്തിവച്ചിട്ടുണ്ട്. അടുത്തത് സുബ്രഹ്മണ്യൻ. നാലമ്പലത്തിന് അകത്ത് കിഴക്കോട്ട് ദർശനമായി വടക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള ഒരു കരിങ്കൽ തൂണിൽ സുബ്രഹ്മണ്യ രൂപം കൊത്തിവച്ചിട്ടുണ്ട്. തിബാഹുവായ ബാലസുബ്രഹ്മണ്യനാണ് ഇവിടെ ഉള്ളത്. വലത് കൈകൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്ന ഭഗവാൻ ഇടതു കൈ അരയിൽ കുത്തിവച്ചിരിക്കുകയാണ്. വലത് ചുമരിൽ വേലുമുണ്ട്. അടുത്തത് ഹനുമാൻ. നാലമ്പലത്തിനകത്ത് വടക്കേ നടവാതിലിനു സമീപത്തുള്ള തൂണിലാണ് തെക്കോട്ട് ദർശനമായി രണ്ടു കൈകളും കൂപ്പി നിൽക്കുന്ന ഭാവത്തിലുള്ള ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ. അടുത്തത് കാര്യാലയ ഗണപതി. ഈ ശ്രീകോവിലിന് മേൽക്കുരയില്ല. മറ്റുള്ള ഗണപതി വിഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തുമ്പിക്കൈ ഇടത്ത് ഭാഗത്താണ്. കിഴക്ക് ദർശനം. ഇതാണ് കാര്യാലയ ഗണപതിയുടെ പ്രതിഷ്ഠ. ക്ഷേത്ര ശ്രീകോവിലിന് പുറത്തുള്ള കിഴക്കോട്ട് ദർശനമായുള്ള 10 കരിങ്കൽ തൂണുകളിൽ ഭഗവാന്റെ ദശാവതാരങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്.